കൊട്ടുവള്ളിക്കാട് HMYS ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണശബളമായ പരിപാടികളോടെ നടന്നു. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS അനീഷ് നിർവഹിച്ചു. കൊട്ടുവള്ളിക്കാട് HMYS ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജീവ് വഞ്ചിപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെട്ടിക്കാട് പള്ളി വികാരി റവറന്റ് ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മഴയുടെ ചില ബുദ്ധിമുട്ടുകളുണ്ട് നമ്മെ സംബന്ധിച്ച്. നമ്മളെ ഈ തീരദേശ മേഖലയിൽ, മത്സ്യബന്ധന മേഖലയിൽ, വിഴിഞ്ഞ മേഖലയിൽ പലയിടത്തുണ്ട്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് മഴ പെയ്തില്ലായെങ്കിൽ ജൂൺ മാസം അല്ല. അതുകൊണ്ട് തന്നെ പുതിയ കുട നടക്കണം, പുതിയ ഉടുപ്പുകൾ പതുക്കെ അല്പം ചെടിയിൽ കിട്ടണമെന്ന ആഗ്രഹവും കുഞ്ഞുമക്കൾക്ക് ഉണ്ടാകും. ഇവിടെ വന്നപ്പോൾ ശുദ്ധജലം മാത്രം കഴിക്കാൻ തുടങ്ങി. അദ്ദേഹം കൺക്ലൂഷനായിട്ട് പറഞ്ഞു, ഒരു എലിയെ അഡിക്ഷനിലേക്ക് നയിക്കുന്നത് ഡ്രഗ്സ് അല്ല, അതിന്റെ സാഹചര്യമാണ്. എലികളെ പരീക്ഷിച്ചുകൊണ്ട് മനുഷ്യരിലേക്കാണ് ശാസ്ത്രജ്ഞന്മാർ വരുന്നത്. വളരെ നല്ലൊരു പാഠമുണ്ട്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാനായിട്ട് നമ്മൾ അയക്കുമ്പോൾ ഇന്നത്തെ മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയാണ് അവരുടെ ജീവിതം ഭാവിയിൽ എപ്രകാരമാകുന്നുവെന്ന്. HMY സഭാ പ്രസിഡന്റ് KV ജോഷി, സെക്രട്ടറി MA ഹരീഷ് കുമാർ, സ്കൂൾ മാനേജർ MK ദേവദാസൻ മാസ്റ്റർ, പ്രിൻസിപ്പാൾ KR ശ്രീജ, EN ബിന്ദു, PS സന്ധ്യ, CB ജൂഡി, അമ്പിളി അരവിന്ദ് എന്നിവർ പ്രസംഗിച്ചു. ഈ വർഷത്തെ ഉച്ചഭക്ഷണ പദ്ധതി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS അനീഷ് ഉദ്ഘാടനം ചെയ്തു. SSLCക്ക് മുഴുവൻ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും USS, NMMS സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. SPC സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുത്ത ലഹരിവിരുദ്ധ ക്യാമ്പയിൻ യൂണിസെഫ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥി നെവിൽ ബിജുവിനെയും ചടങ്ങിൽ ആദരിച്ചു. ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആര്യങ്കരമ്മയുടെയും അതോടൊപ്പം തന്നെ അന്തോണീസ് കുഞ്ഞാവിൻ്റെയും അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഈ വിദ്യാലയം ഇന്ന് ഈ പ്രദേശത്തിലെ ഒരു മാതൃകാ വിദ്യാലയമായി കഴിഞ്ഞു. പിന്നെ എപ്പോഴും നമ്മൾ നോക്കാം, ഈ വിദ്യാലയത്തിൽ എപ്പോഴും 100ന്റെ നിറവിലാണ്. ഈ 100ന്റെ നിറവും ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ശരിക്കും ഒരു ത്രിവേണി സംഗമമായി ഐശ്വര്യത്തിന്റെ പ്രതീകമായി കിട്ടുന്നത് കൊണ്ടാണ് ഈ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ സ്ഥാപനത്തിലുണ്ടാകും. വ്യക്തിയാണ് നമുക്ക് ഈ സ്ഥാപനത്തിൽ കിട്ടിയത്. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ്. ഈശ്വരത്തിൻ്റെതായ ആ മഹാ മനുഷ്യനെയും ആ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അവരുടെയും നമുക്ക് ഈ സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിൽ ലഭിച്ചതിലേക്ക് മഹാഭാഗ്യമാണ്. നിങ്ങളെല്ലാവരും കൂടുതൽ A+കാരായി മാറുന്നു.